ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. ഏപ്രിൽ 12 ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത്, ഈ ഡേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏപ്രിൽ 12 എന്ന് പറയുമ്പം ലോക ബഹിരാകാശ ദിനമാണ്. ഓരോ ഡേറ്റിനും ഓരോ പ്രത്യേകതകളുണ്ടല്ലേ. അതുപോലെ ഏപ്രിൽ 12 എന്ന് പറയുന്നത് ലോക ബഹിരാകാശ ദിനം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, എൻ്റെ ജന്മദിനം. ഇതുപോലെ അനേകായിരം ആളുകൾ ഈ ഒരു ദിനത്തിൽ ജനിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറയുകയാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻഡ് മൈസെൽഫ്. എനിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കുക, മറ്റുള്ളവർ നമ്മെ ഒന്ന് വിഷ് ചെയ്യണം. എന്നെ ആരാ ഇന്നൊന്ന് വിഷ് ചെയ്യുക, അല്ലെ എൻ്റെ കാര്യം ആരാ ഇന്നൊന്ന് ഓർക്കുക എന്നെപ്പോഴും നമ്മളിങ്ങനെ എന്ത് ചെയ്യും? ആവലാദ്യം വേവലാദ്യം കൊണ്ടിരിക്കും. എന്നെ ആരും വിഷ് ചെയ്യുന്നില്ല, എനിക്ക് ആരാ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരിക, അല്ലെങ്കിൽ എന്നെ ആരാ ഒന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ്, മറ്റുള്ളവർ എപ്പോഴും എന്നെക്കുറിച്ച് ഓർക്കണം. അങ്ങനെയുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും. എന്നാലേ ഇനി മുതലേ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും വേണ്ട. നമ്മളെ ബർത്ത്ഡേ ആരും നമ്മെ വിഷ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ നമുക്ക് വിഷയമുണ്ടല്ലോ, അത് മാത്രം മതി. കാരണം നമ്മെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് മാത്രമാണ് സാധിക്കുന്നത്. എൻ്റെ കൈ മുറിഞ്ഞാൽ എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് വേദനിക്കില്ല, അയ്യോ എന്ന് പറയും. കാരണം ആ ഒരു ആഴ അവർക്ക് അറിയുന്നതുകൊണ്ട്. പക്ഷെ ആ വേദന സഹിക്കുന്നത് ആരാണ്? അവരെല്ലാം ഞാൻ തന്നെയാണല്ലേ. അപ്പോൾ ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത് എനിക്ക് മാത്രമാണ്. അങ്ങനെയാണ് ഓരോരുത്തർക്കും. പലർക്കും പല ജീവിതത്തിൽ പല ക്രൈസിസും അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ സിറ്റുവേഷൻ കടന്നു പോകുന്നത് അവരുടെ മാത്രം വേദനകളാണ്. അതായത് അവർ മാത്രമാണ് അനുഭവിച്ചിട്ടുണ്ടാവുക. അത് വേറൊരാളുടെ പറയുമ്പോൾ അയ്യോ ശരിയാണല്ലോ എന്നൊന്ന് സഹതാപം മാത്രമേ ഉണ്ടാവുള്ളൂ. വേദന മൊത്തം അനുഭവിച്ചിട്ടുണ്ടാവുക ആ വ്യക്തിയാണ്. അതേപോലെയാണ് എല്ലാ കാര്യവും. നമ്മുടെ വേദന നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ, വേറൊരാൾക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ പലരും വിഷ് ചെയ്യാനൊക്കെ മറന്നു പോകും. ബർത്ത്ഡേയോ എന്ത് ബർത്ത്ഡേയോ ആരെങ്കിലും വിഷ് ചെയ്താൽ തന്നെയോ താങ്ക് യു, ഒരു വെറുതെ ഒരു രസത്തിന് താങ്ക് യു പറയും. അങ്ങനെ എൻ്റെ പിറന്നാൾ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ആരെങ്കിലും ഒരാളെന്ന് എന്നെ വിഷ് ചെയ്യുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുമോ? എനിക്കും ഓർക്കാൻ പറ്റാറില്ല. പലരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ ഓർത്ത് വെക്കുമോ? ഇല്ല. ആരെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് കാണുമ്പോൾ നമ്മളൊന്നും ഒരു വിഷ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് എനിക്ക് മാത്രമാണ് അറിയാവുന്നത്. ഫ്രണ്ട്സിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർ അറിയണം. ആരും തെറ്റല്ലല്ലോ, അത് ആരുടെയും തെറ്റല്ല, നമുക്കറിയില്ലല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ വിഷ് ചെയ്യുമല്ലോ, നമ്മെ മറ്റുള്ളവരും വിഷ് ചെയ്യും. പക്ഷേ ഞാൻ ഇന്ന് നോക്കി, ആരും പറയാതെ എന്നെ വിഷ് ആരാ ചെയ്യാതെ. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആലോചിച്ച് വെക്കുന്ന ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ അമ്മ അല്ലേ. കാരണം അവർക്ക് ആ ദിവസം, കാരണം നമ്മൾ ഒരമ്മയാണ്, നമ്മളൊക്കെ ഒരു അമ്മയും അച്ഛനും അനിയത്തിയും സഹോദരിയും എല്ലാം ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ ഒക്കെ നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഓർത്തിരിക്കും. അടുത്ത മാസമാണല്ലോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, അടുത്ത മാസം ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ അടുത്ത മാസം. പക്ഷെ നമ്മുടെ ബർത്ത്ഡേ നമ്മളൊന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ആരും ഒന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവളുടെ ബർത്ത്ഡേ ഇന്നാണെന്നോ അങ്ങനെ. ഒരു പ്രായം വരെയൊക്കെയാണ് മാതാപിതാക്കൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആരും കുറ്റം പറയുകയല്ല, കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവും. ഒരു വയസ്സിൻ്റെ പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആര് നമ്മെ വിഷ് ചെയ്തില്ലെങ്കിലും ഈവൻ ഒരാൾക്ക് പോലും അറിയാം, നമുക്കറിയാലോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടതായ കാര്യങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ ചിലവഴിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കും. മറ്റുള്ളവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് വാങ്ങിക്കും, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും, എല്ലാവരെയും വിളിക്കും. പക്ഷെ നമ്മുടെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അത്രയൊക്കെ മതി, പറ്റില്ല, പാടില്ല, നമ്മളും ആഘോഷിക്കണം. ആര് നമ്മെ വിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സോളിനെ, നമ്മുടെ ഉള്ളിലെ നമ്മെ
നമുക്കിഷ്ടമാണ് അല്ലേ, നമ്മൾ വിഷയമുണ്ടേ. എന്നാലേ എൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക് മേടിച്ചു. എനിക്കിന്ന് ആരാണ് ഒരു വിഷ് തരിക എന്ന് ഞാനിങ്ങനെ, അതായത് അറിഞ്ഞിട്ടല്ല, അറിയാതെ ഒരു വിഷിങ്. പക്ഷേ പലർക്കും പല എന്താ പറയുക, എല്ലാവർക്കും തിരക്ക് പിടിച്ച ലോകത്ത് ഒന്നും ഓർക്കാനുള്ള നേരമില്ല. അപ്പോൾ അത് ആരുടെയും തെറ്റല്ല. പലപ്പോഴും നമുക്കും മറന്നു പോകാറുണ്ട്. നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർ ബർത്ത്ഡേ, അതേപോലെ സഹോദരൻ്റെ, സഹോദരിയുടെ, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ, അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളും മറന്നു പോകാറുണ്ട്. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് പല സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോവുകയാണല്ലോ, മറന്നു പോകാറുണ്ട്. പക്ഷെ നമ്മളെ ബർത്ത്ഡേ ആരോടും ഒരു പരാതിയില്ലാതെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് തന്നെ, എൻ്റെ ബർത്ത്ഡേ ആരാണെന്ന് ആരും വിഷ് ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടപ്പെടൊന്നും വേണ്ട. ഞാനിന്ന് നോക്കി എൻ്റെ ബർത്ത്ഡേ ആരാണെന്ന് വിഷ് ചെയ്യാൻ. അങ്ങനെ എനിക്ക് വിഷിങ് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. ആരുടെ എന്ന് പറയാം, കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാനൊരു കോഴ്സ് ചെയ്തിരുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. എനിക്ക് തോന്നുന്നു അതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിടുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഡേറ്റ് ആണെന്ന് തോന്നുന്നു. മെനി ഹാപ്പിയസ് റിട്ടേൺസ് ഓഫ് ദ ഡേ രശ്മി എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. ഭയങ്കര ഹാപ്പിയായി, ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ പറയാതെ ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാതെ ആരെങ്കിലും ഒന്നെന്നെ വിഷ് ചെയ്യണമെന്ന്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നെ വിഷ് ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ താങ്ക് യു പറയുന്ന നിമിഷം. ഓക്കെ, അപ്പോൾ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. ചെറിയൊരു കേക്ക് നമുക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ ഉണ്ടല്ലോ, ആ സമയത്തൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ ആഘോഷിക്കുക. ആരും വിഷ് ചെയ്യാനില്ല, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരെയും അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കേക്ക് വണ്ടിയിൽ വെച്ചാൽ കൊണ്ടുവന്നേ. കേക്കെല്ലാം ഒന്നും ഇതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒലിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ രശ്മി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴിക്കാം. സൂപ്പർ, അടിപൊളി കേക്കാണ് കേട്ടോ. വേഞ്ചോ കേക്ക്, നമുക്കിഷ്ടമുള്ളൊരു കേക്ക് വാങ്ങിക്കാം. ഇതിപ്പം വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് കുറച്ച് തൂത്തിട്ടൊക്കെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, എൻ്റെ ബർത്ത്ഡേ കേക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ആഘോഷിക്കണം നമ്മൾ നമ്മുടെ ബർത്ത്ഡേ. നമുക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ ഒരുങ്ങി നിന്നുകൊണ്ട് സ്വയം നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താങ്ക് യു, ഈ ജീവിതം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇനി നമ്മുടെ ലൈഫിൽ എന്തെല്ലാം നമുക്ക് വേണം ആകർഷിച്ചെടുക്കണം, അതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഈ പിറന്നാളും കൂടെ ആഘോഷിക്കാൻ ഞാൻ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ. താങ്ക് യു. എനിക്ക് എല്ലാ സുഖസൗകര്യങ്ങളും തന്നിട്ടുണ്ടല്ലോ. എല്ലാ സുഖസൗകര്യങ്ങളും എനിക്കില്ലേ. എനിക്കിന്ന് നല്ല ഡ്രസ്സുണ്ട്, നല്ല വീടുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, എനിക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നു, എനിക്ക് ഇത് സംസാരിക്കാൻ കഴിയുന്നു. ഇതിലെല്ലാം ഐ ആം ബ്ലെസ്ഡ്. താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ബ്ലെസ്ഡാണ്, എല്ലാം കൊണ്ടും ഞാൻ ബ്ലെസ്ഡാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടെ സന്തോഷത്തോടെ ഒരു കേക്ക് സ്വയം കട്ട് ചെയ്ത് കഴിച്ചേ. നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് നാം അറിയാതെ പല സന്തോഷങ്ങളും കടന്നു വരും. ചുറ്റിലും ആൾക്കാർ നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് കരുതുക. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും സന്തോഷം ഉണ്ടാവില്ലേ. എൻ്റെ ചുറ്റിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുകയാണ്. കാരണം നമ്മൾ ഒരു ഏജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇപ്പം നമ്മൾ അടുത്തുള്ള വീട്ടുകാരെയും പുറമേയുള്ള ആൾക്കാരെയൊന്നും വിളിക്കില്ല. നമ്മൾ ആ ഒരു ദിനം ശരി ബർത്ത്ഡേ അല്ലെങ്കിൽ പായസമൊക്കെ വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ
അധിക പേരും അങ്ങനെ ചെയ്യാറില്ല. കുറച്ച് ഒരു 100-20% പേര് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം സ്വന്തം ബർത്ത്ഡേ ഒന്നും മക്കൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെക്കും. അവർക്ക് വേണ്ടി മാറ്റി വെക്കണം, അവർ നമ്മുടെ സ്വത്താണല്ലോ. അതല്ല, നമുക്ക് വേണ്ടിയും നമ്മൾ അതേപോലെ സമയം ഒരു 5 മിനിറ്റ് സമയം നമ്മൾ മാറ്റി വെക്കണം. ചെറിയൊരു കേക്കൊക്കെ വാങ്ങി ഒന്ന് കട്ട് ചെയ്ത് നമ്മളത് ആസ്വദിച്ച് കഴിക്കണം. നമ്മുടെ ലൈഫിലേക്ക് വേണ്ടതായ കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ പറഞ്ഞുകൊണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവർ ക്ഷമിച്ചുകൊണ്ട്, എല്ലാവരെയും, അതായത് നമ്മുടെ കൂടെയുള്ളവരെയും ബന്ധുക്കളെയും നമ്മളെ വഴക്ക് പറഞ്ഞവരെയും നമ്മളെ നിന്ദിച്ചവരെയും നമ്മളോട് മിണ്ടാതിരിക്കുന്നവരെയും എല്ലാവരെയും ഒന്ന് മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്തുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്, നിമിഷത്തിന് നന്ദി നന്ദി നന്ദി. ഇതിലും മനോഹരമായ ഒരു ദിവസം എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു കേക്ക് വാങ്ങിച്ച് എൻ്റെ ആഗ്രഹം എന്താണോ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കേക്ക് ഓരോ ചെറിയ ചെറിയ സെക്കൻഡിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലഭിച്ചു കഴിയുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾ കേക്ക് കട്ട് ചെയ്ത് തന്നെ ആഘോഷിക്കുക. അതിൻ്റേതായ റിസൾട്ട് ഭയങ്കരമാണ് കേട്ടോ, എല്ലാവരും ചെയ്യണം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ആവുന്നത് പോലെ നമ്മൾ സ്വയം ആഘോഷിക്കുക, ഒന്നിനും മാറി നിൽക്കരുത്, വിഷ് ചെയ്യേണ്ടടുത്ത് വിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷു വരാൻ പോവാണല്ലേ, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. ബൈ.